ഹിമാലയൻ പർവ്വതനിരകളുടെ താഴ്വാരത്തുള്ള ഒരു കൊച്ചു ഗ്രാമത്തിലാണ് കിച്ചുവിന്റെ വീട്. ഒരിക്കൽ കിച്ചു കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് ഓടിക്കേറി വന്ന അമ്മയെ കെട്ടിപ്പിടിച്ചു. എന്നെ ആരും കളിക്കാൻ കൂട്ടുന്നില്ല അമ്മേ, ഇതിപ്പോ കുറെ ദിവസമായി, ഞാൻ ഇനി അവരോട് കളിക്കാൻ പോവില്ല, ഉറപ്പാ. അവന്റെ കരച്ചിൽ കേട്ട് അമ്മയ്ക്കും സങ്കടം വന്നു. ഷെടാ, ഇതെന്താ ഇങ്ങനെ? മോനൊരു കാര്യം ചെയ്, ഇന്ന് അച്ഛന്റെ കൂടെ കാലി മേയ്ക്കാനായിട്ട് കാട്ടിലേക്ക് പൊക്കോ, ആ മലയുടെ മുകളിലേക്ക്. അവിടെ നീ കാണാത്ത ഒരുപാട് കാഴ്ചകളുണ്ട്. അങ്ങനെ കിച്ചുവും അച്ഛനും കിച്ചുവിന്റെ ഒറ്റ ചങ്ങാതിയായ ഷെയർ എന്ന പട്ടിയും കൂടെ കാലികളെയും കൊണ്ട് മലയിലേക്ക് നടന്നു. നല്ല പച്ചപ്പും ഹരിതാപയൊക്കെ ഉള്ള മനോഹരമായ ഒരു കുന്നിലെത്തിയപ്പോ അച്ഛൻ കിച്ചുവിനോട് പറഞ്ഞു, മോനും ഷെയറും എവിടെ വന്ന് കളിച്ചോ, ഞാൻ കാലികളെ അപ്പുറത്തെ ആ മലഞ്ചെരുവിൽ മേയാൻ വിട്ടിട്ട് വരാം. നിനക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ മലയിൽ താമസിക്കുന്ന കുട്ടികൾ ചിലപ്പോൾ ഈ വഴി വരും, അപ്പൊ നിനക്ക് ആ പുതിയ കൂട്ടുകാരുടെ കൂടെ കളിക്കുകയും ചെയ്യാം. അച്ഛൻ പറഞ്ഞത് കേട്ട് കിച്ചു കുറേ നേരം പ്രതീക്ഷയോടെ കാത്തിരുന്നു. പക്ഷേ ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതുവഴി ചാടിപ്പോയ ഒരു കലമാനെ കണ്ട് ഷെയർ ഉറക്കെ കുരച്ചത്. കിച്ചു നോക്കുമ്പോ അതാ ദൂരെ നിന്ന് മറ്റൊരു പട്ടിയുടെ ശബ്ദം. ഹായ്, കുട്ടികൾ വരുന്നുണ്ട്, ദേ അവരുടെ പട്ടിയുടെ ശബ്ദം കേട്ടു. കിച്ചു സന്തോഷത്തോടെ ആ ശബ്ദം കേട്ട ദിക്കിലേക്ക് ഓടി. ഓടിയതും ഒരു കല്ലിൽ തട്ടി വീണ അവന്റെ കാല് പൊട്ടി. അയ്യോ! അവൻ ഉറക്കെ കരഞ്ഞു. അപ്പോഴതാ അവരും കരയുന്നു. അവരെന്നെ കളിയാക്കിയതാ. കിച്ചുവിന് ദേഷ്യം സഹിക്കാനായില്ല. ദൂരെ അച്ഛനെ കണ്ടതും അവൻ വിളിച്ചു പറഞ്ഞു, എനിക്ക് ഈ സ്ഥലം ഒട്ടും ഇഷ്ടമല്ല, ഞാൻ പോവാ. അവൻ വീണ്ടും കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് ഓടി. മലയിലെ കുട്ടികൾക്ക് എന്നെ ഇഷ്ടമല്ല അമ്മേ, ഈ ലോകത്തിൽ ആർക്കും എന്നെ ഇഷ്ടമല്ല. അപ്പോഴേക്കും അച്ഛൻ തിരിച്ചെത്തി കിച്ചുവിനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, മോനെ, നീ വൈകുന്നേരം ഒരിക്കൽ കൂടെ എന്റെ കൂടെ മല മുകളിലേക്ക് വരണം. ഇത്തവണ നീ അവരോട് നല്ല കാര്യങ്ങൾ മാത്രമേ പറയൂന്ന് അച്ഛന് വാക്ക് തരണം. എന്നിട്ടും അവർ നിന്നെ കളിയാക്കിയ ഞാൻ അവരെ ശരിയാക്കുന്നുണ്ട്. മനസ്സില്ല മനസ്സോടെ വീണ്ടും അവൻ ആ മലമുകളിലെത്തി. ഇത്തവണ അച്ഛന്റെ കയ്യും പിടിച്ച് അവൻ വിളിച്ചു പറഞ്ഞു, എനിക്ക് നിങ്ങളെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതാ അപ്പൊ അവരും അത് തന്നെ പറയണു, നമുക്ക് നല്ല കൂട്ടുകാരാകാം. അച്ഛാ, എനിക്ക് പുതിയ കൂട്ടുകാരെ കിട്ടി. കിച്ചു സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അവന്റെ സന്തോഷം കണ്ട് അച്ഛൻ പറഞ്ഞു, മോനെ, നീ ആ കേട്ട ശബ്ദം അത് മറ്റു കുട്ടികളുടെ ശബ്ദമല്ല, അത് നിന്റെ തന്നെ ഒച്ച മലയിൽ തട്ടി തിരിച്ചു വരുന്നതാണ്. അതാണ് എക്കോ. പക്ഷേ ഈ മാർഗം ഉപയോഗിച്ചാൽ നിനക്ക് ജീവിതത്തിൽ ഒരുപാട് നല്ല കൂട്ടുകാരെ കിട്ടും. അതെന്ത് മാർഗമാണ് അച്ഛാ? കിച്ചുവിന് അറിയാൻ തിടുക്കുവായി. നീ മറ്റുള്ളവരിൽ നിന്ന് എന്ത് കേൾക്കാൻ ആഗ്രഹിക്കുന്നോ അത് ആദ്യം നീ അവരോട് പറയണം. മറ്റുള്ളവർ നിന്നെ സ്നേഹിക്കണമെങ്കിൽ നീ ആദ്യം അവരെ ഒരുപാട് സ്നേഹിക്കണം. നമ്മൾ മനുഷ്യർക്ക് തെറ്റ് പറ്റും അല്ലേ? അപ്പോഴൊക്കെ മറ്റുള്ളവരെ നമ്മളോട് ക്ഷമിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കിച്ചു ഉറക്കെ പറഞ്ഞു, നമ്മൾ ആദ്യം അവര് ചെയ്ത തെറ്റുകൾ അങ്ങോട്ട് ക്ഷമിച്ചു കൊടുക്കണം. അത് തന്നെ, മിടുമിടുക്കൻ. അങ്ങനെ ചെയ്ത ലോകത്തിലെ